കഥയുടെ തുടക്കത്തിൽ തന്നെ 10 വർഷത്തെ ജയിൽ ശിക്ഷ അവസാനിച്ച് ജയിൽ മോചിതനായ നമ്മുടെ കഥാനായകനായ തെയ്സിക്കിനെയാണ് കാണിക്കുന്നത്. ഒരു കൊലപാതക കുറ്റത്തിനാണ് 10 വർഷത്തെ ജയിൽ ശിക്ഷ അവൻ അനുഭവിച്ചത്. ജയിൽ മോചിതനായ തെയ്സിക്ക് ഒരു പബ്ലിക് ബാത്റൂമിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനായി ചെന്നതാണ്. അവിടെ ഡ്രസ്സൊക്കെ വെക്കുന്ന ലോക്കറിന് സെൻസർ താക്കോലാണ്. അപ്പോൾ തെയ്സിക്ക് ആ ലോക്കർ ഓപ്പൺ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ അത് നിർത്താതെ ബീപ് ശബ്ദം ഉണ്ടാക്കുകയാണ്. ഇത് കേട്ട് അവിടുത്തെ ഓണറിന് നല്ല ദേഷ്യം വന്ന് അദ്ദേഹം തെയ്സിക്കിനെ വഴക്ക് പറയുകയാണ്. തെയ്സിക് എന്നാൽ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. ഓണർ പോയതിനു ശേഷം അദ്ദേഹം വീണ്ടും തെയ്സിക്കിന്റെ ലോക്കറിൽ നിന്ന് ബീപ്പ് ശബ്ദം കേട്ട് വീണ്ടും അദ്ദേഹം തെയ്സിക്കിനെ വഴക്ക് പറയാനേ വന്നു. എന്നാൽ ഇപ്പോൾ തെയ്സിക്ക് ഓൾറെഡി അവന്റെ വസ്ത്രമെല്ലാം അഴിച്ച് ലോക്കറിൽ വെച്ചിട്ടുണ്ട്. വസ്ത്രം അഴിച്ചു നിൽക്കുന്ന തെയ്സിക്കിന്റെ ശരീരത്തിൽ ടാറ്റൂസ് കണ്ട് ഈ ഓണർ പേടിച്ചു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ചങ്ങായി ഒരു സാധാരണക്കാരനല്ല, അവൻ ഒരു ഗാങ്സ്റ്റർ ആണ് എന്ന്. അപ്പോൾ തന്നെ ഓണർ തെയ്സിക്കിനോട് അങ്ങോട്ട് മാപ്പ് പറയുകയാണ്. ഹേ സൂര്യ, തെറ്റെന്റെ ഭാഗത്താ, സോറി. എനിവേസ്, തെയ്സിക്ക് ഇപ്പോൾ പുതിയ ഒരു ജീവിതം ആരംഭിക്കാനാണ് തിരിച്ചെത്തിയത്. അവനൊരു ഡയറി ഉണ്ട്, അതിൽ അവൻ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട്. ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല, ഞാൻ ഇനി ഒരിക്കലും തല്ലുണ്ടാക്കില്ല, അതേപോലെ ഞാൻ ഇനി ഒരിക്കലും കരയത്തില്ല. ഇതൊക്കെ തെയ്സിക്ക് തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാണ്. തെയ്സിക്ക് എങ്ങനെയാണ് ജയിലിലായത്, അവന്റെ പാസ്റ്റ് എന്താണ് എന്ന് ഇനി നമുക്ക് സംസാരിക്കാം. തെയ്സിക്കിന് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുള്ളത്, ചാങ്മു പിന്നെ യാങ്കി. തെയ്സിക്ക് വലിയ പ്രശ്നക്കാരനാണ്. സ്കൂളിൽ വെച്ചുണ്ടായ ഒരു അടിപിടി കേസ് കാരണം അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട് ഭരിക്കുന്നത് പ്രധാനമായിട്ടും 2 ഗാങ്സ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തത് നമ്മുടെ തെയ്സിക്ക്, രണ്ടാമത്തത് ദോപ്പിൽ. ഇവര് രണ്ടുപേരും ശത്രുക്കളാണ്. ദോപ്പിലിന് തെയ്സിക്കിനെ കൊന്നുകളഞ്ഞ് ഈ നാട് അവന് ഒറ്റക്ക് ഭരിക്കണം. അതിനായി ഒരു ദിവസം ദോപ്പിൽ തന്റെ ശത്രുവായ തെയ്സിക്കിനെ കൊന്നുകളയാനായി തീരുമാനിച്ചു. എന്നാൽ തെയ്സിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മദ്യപിച്ചാൽ അവന് ഭയങ്കരമായിട്ട് വയലന്റ് ആവും. അപ്പോൾ തെയ്സിക്ക് മദ്യപിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദോപ്പിലും ഗാങ്ങും അവനെ കൊല്ലാനായി അവിടെ എത്തിയത്. എന്നാൽ അവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. തെയ്സിക്ക് ദോപ്പിലിന്റെ എല്ലാ ഗാങ് മെമ്പേഴ്സിനെയും ഒറ്റക്ക് അടിച്ച് പരാജയപ്പെടുത്തി. അതേപോലെ ദോപ്പില് തെയ്സിക്കിനെ കുത്തിക്കൊല്ലാനായി ശ്രമിച്ചപ്പോൾ ആ കത്തി കൊണ്ട് തന്നെ തെയ്സിക്ക് ദോപ്പിലിനെ കുത്തി. ദോപ്പിൽ മരണപ്പെട്ടു. തെയ്സിക്കിന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ചാങ്മുയും യാങ്കിയും വരെ ശരിക്കും പേടിച്ചുപോയി. എനിവേസ്, ഇത് ആക്ച്വലി തെയ്സിക്കിന് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. എന്തായാലും ഈ കൊലക്കുറ്റത്തിനാണ് കോടതി തെയ്സിക്കിനെ 10 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്. തെയ്സിക്ക് ജയിലിലായപ്പോൾ ജനങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഇനി ഒന്നെങ്കിൽ ചാങ്മു അല്ലെങ്കിൽ യാങ്കി, ഇവര് രണ്ടുപേരിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും തെയ്സിക്കിന്റെ പൊസിഷനിലേക്ക് വരിക എന്നാണ്. എന്നാൽ അപ്പോഴാണ് ചോ പാൻ സോ എന്ന മറ്റൊരു ശക്തനായ ഗാങ്സ്റ്ററിന്റെ വരവ്. തെയ്സിക്ക് ജയിലിലായപ്പോൾ പിന്നീട് ചോ പാൻ സോ ആ നാട്ടിലെ പ്രധാന ഗാങ്സ്റ്ററായി മാറി. അദ്ദേഹത്തിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ചാങ്മു യാങ്കി കൂടിയിട്ടുമുണ്ട്. സോ ഇവിടെ 10 വർഷത്തെ ജയിൽ ശിക്ഷ അവസാനിച്ച് തെയ്സിക്ക് അവന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാനായി ചെന്നിട്ടുണ്ട്. ആദ്യം തന്നെ തെയ്സിക്ക് ചെന്നത് യാങ്കിനെ കാണാൻ വേണ്ടിയാണ്. അവൻ ഇപ്പോൾ വലിയ ഗാങ്സ്റ്റർ ആണെങ്കിലും തെയ്സിക്കിനെ കണ്ടപ്പോൾ അവൻ ഒന്ന് ഭയന്നു. ശേഷം തെയ്സിക്ക് ചാങ്മുനെ കാണാനായിട്ടാണ് ചെന്നത്. ചാങ്മു തെയ്സിക്കിനോട് പറയാണ്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് പറയാൻ മടിക്കേണ്ട. അപ്പോൾ തെയ്സിക്ക് പറയാണ്, ഏയ്, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണാൻ വന്നു എന്നേ ഉള്ളൂ. ഞാൻ പഴയ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു, ഇപ്പോൾ ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. തെയ്സിക്ക് പോയ സമയത്ത് ചാങ്മു അവന്റെ ആൾക്കാരോട് തെയ്സിക്കിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം, അവൻ വെറുതെ തിരിച്ചു വന്നതല്ല, അവൻ എന്തോ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ തെയ്സിക്ക് വന്നിട്ടുള്ളത് സൺഫ്ലവർ എന്ന ഒരു റെസ്റ്റോറന്റിലേക്കാണ്. ആ റെസ്റ്റോറന്റ് നടത്തുന്നത് വേറെ ആരുമല്ല, അവന്റെ അമ്മയാണ്. അവന്റെ യഥാർത്ഥ അമ്മയല്ല, അവന്റെ വളർത്തമ്മ. ഹീജോ എന്ന ഈ പെൺകുട്ടി തെയ്സിക്കിന്റെ വളർത്തമ്മയുടെ ഒരേ ഒരു മകളാണ്. 10 വർഷത്തെ ജയിൽ ശിക്ഷ അവസാനിച്ച് പുറത്തിറങ്ങിയ തെയ്സിക്കിനെ കണ്ടപ്പോൾ അമ്മക്ക് ഒരുപാട് സന്തോഷമായി. 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് തെയ്സിക്ക് അമ്മയോട് ഇവിടെ മാപ്പ് ചോദിക്കുന്നുമുണ്ട്. അന്ന് രാത്രി വീട്ടിന്റെ ടെറസിൽ വെച്ച് തെയ്സിക്കും ഹീജോയും അവരുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഹീജോ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഉറങ്ങുന്ന തെയ്സിക്കിനെ എഴുന്നേൽപ്പിച്ച് വീട്ടിന്റെ താക്കോല് ഏൽപ്പിക്കുകയാണ്. നീ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കതക് ലോക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇനി ചോ പാൻ സോ എന്ന ശക്തനായ ഗാങ്സ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മെല്ലെ
രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായി പാവപ്പെട്ട ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാനാണ് ചോ പാൻ സോ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് അവർക്കെല്ലാവർക്കും പല വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകുന്നുമുണ്ട്. ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തു തരാം, അത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്, അല്ലാതെ അതൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനും ചോ പാൻ സോക്കില്ല. ജനങ്ങളോട് നല്ല സ്നേഹമുള്ളതുപോലെ അഭിനയിച്ച് സംസാരിച്ച് അദ്ദേഹം കാറിൽ കയറിയപ്പോൾ തന്നെ കൈയൊക്കെ സാനിറ്റൈസർ വെച്ച് കഴുകുകയാണ്. എന്തൊരു വൃത്തികെട്ട ലോ ക്ലാസ് ജനങ്ങൾ എന്നും ചോ പാൻ സോ ഡ്രൈവറിനോട് പറയുന്നുമുണ്ട്. ഇനി ചോ പാൻ സോന്റെ ഡ്രൈവറാണ് ബ്യൂങ് ജീൻ എന്ന ഇദ്ദേഹം. ബ്യൂങ് ജീനും നമ്മുടെ തെയ്സിക്കിന്റെ പഴയ ഒരു കൂട്ടുകാരനാണ്. തെയ്സിക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനായിട്ട് വന്നതാണ്. അവിടെ വെച്ച് അവൻ അവന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച അവന്റെ ഒരു സുഹൃത്തിനെ കാണുകയാണ്. അവൻ ഇപ്പോൾ ഈ സ്റ്റേഷനിലെ ഓഫീസറാണ്. നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പറ, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നത്? എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കാനാണോ എന്ന് ഓഫീസർ ചോദിച്ചു. ഞാൻ ഇപ്പോൾ പഴയ ആ തെയ്സിക്കല്ല. ആ ജീവിതം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. അതല്ല, മറിച്ച് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ലതല്ല എന്നും ഓഫീസർ തെയ്സിക്കിനോട് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെയ്സിക്ക് നേരെ ചെന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ്. വേറൊന്നിനുമല്ല, അവന്റെ ശരീരത്തിലെ ടാറ്റൂസ് റിമൂവ് ചെയ്യാൻ. അവന്റെ ശരീരത്തിലെ ടാറ്റൂസ് കണ്ട് ഹോസ്പിറ്റലിലെ എല്ലാവരും ഞെട്ടിപ്പോയി. തെയ്സിക്കാണെങ്കിൽ നാണം കാരണം ശരീരം കൈകൊണ്ട് പൊത്തിപ്പിടിക്കുന്നുമുണ്ട്. പക്ഷെ ഡോക്ടർ ആണെങ്കിലോ ഈ ടാറ്റൂസ് കണ്ട് ഇംപ്രസ് ആയി. ഡോക്ടർ തെയ്സിക്കിനോട് പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച ടാറ്റൂസ് ആണ് ഇത്. നീ എന്തിനാണ് പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഡോക്ടർ, ഈ ടാറ്റൂസ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ ചെയ്തതാണ്. ഇപ്പോൾ എനിക്കിതിന്റെ ആവശ്യമില്ല. ഈ ടാറ്റൂസ് എനിക്കൊരു ബാധ്യതയാണ്. അതേപോലെ ഈ ടാറ്റൂസ് കാണുമ്പോൾ എനിക്ക് എന്റെ പഴയ ജീവിതമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഈ ടാറ്റൂസ് ഒഴിവാക്കിയേ തീരൂ. അപ്പോൾ ഡോക്ടർ പറയാണ്, ഇത്രയും അധികം ടാറ്റൂസ് ഒഴിവാക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അഥവാ റിമൂവ് ചെയ്താലും ആ ടാറ്റൂസിന്റെ ട്രേസ് അവിടെ തന്നെ ഉണ്ടാവും. അതേപോലെ ടാറ്റു റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ വളരെയധികം എക്സ്പെൻസീവുമാണ്. ഡോക്ടർ, പ്ലീസ് എന്നെ കൈവിടരുത്. ആ പ്രൊസീജിയർ ചെയ്യാൻ എനിക്ക് ഡോക്ടർ കുറച്ച് ഡിസ്കൗണ്ട് തരണം. ഇത് എന്റെ ജീവിത പ്രശ്നമാണ്. ഇതല്ലാതെ വേറെ വഴി എന്റെ മുന്നിൽ ഇല്ല എന്നൊക്കെയാണ് ഡോക്ടറിനോട് തെയ്സിക്ക് ഇവിടെ പറയുന്നത്. ഇവിടെ തെയ്സിക്കിന്റെ അമ്മ വന്നിട്ടുള്ളത് ചോ പാൻ സോ എന്ന ഗാങ്സ്റ്ററിന്റെ ഓഫീസിലേക്കാണ്. അവിടുത്തെ സെക്യൂരിറ്റീസ് അമ്മയെ തടയാനായി ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരി സെക്യൂരിറ്റീസിനൊക്കെ പിടിച്ചു മാറ്റിക്കൊണ്ടാണ് ചോ പാൻ സോനെ കാണാനായി ഓഫീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാരണം? ചോ പാൻ സോ വലിയ ഒരു ഷോപ്പിംഗ് മാള് പണിയാനായി പോകുന്നുണ്ട്. വേറെ എവിടെയുമല്ല, അമ്മയുടെ റെസ്റ്റോറന്റ് ഉള്ള ആ ഒരു കോളനിയിലാണ് അദ്ദേഹം മാള് പണിയാനായി പോകുന്നത്. അപ്പോൾ ആ കോളനിയിലെ ഓൾമോസ്റ്റ് എല്ലാവരും സ്ഥലം ചോ പാൻ സോക്ക് വിറ്റിട്ടുണ്ട്. ആകെ സ്ഥലം വിൽക്കാത്തത് അമ്മ മാത്രമാണ്. അപ്പോൾ ദിവസവും ചോ പാൻ സോന്റെ ഗുണ്ടകൾ അമ്മയെ ഭീഷണിപ്പെടുത്താനായി അവിടെ എത്താറുണ്ട്. എന്നാൽ ആ സ്ഥലം വിൽക്കാൻ അമ്മ തയ്യാറല്ല. മരണപ്പെട്ടു പോയ തന്റെ ഭർത്താവിന്റെ ഏക സമ്പാദ്യമാണ് ആ റെസ്റ്റോറന്റ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ അത് വിൽക്കാൻ തയ്യാറല്ലാത്തത്. എന്നെ കൊന്നാലും ഞാൻ ആ സ്ഥലം വിറ്റു തരത്തില്ല എന്ന് അമ്മ ചോ പാൻ സോനോട് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കാണാമെന്നും ചോ പാൻ സോ ഒരു ഭീഷണി സ്വരത്തിൽ അമ്മയോട് പറയുന്നുണ്ട്. തെയ്സിക്ക് ഹോസ്പിറ്റലിൽ ടാറ്റു റിമൂവ് ചെയ്യാൻ പോയതും അതേപോലെ ഇപ്പോൾ തെയ്സിക്ക് താമസിക്കുന്നത് സൺഫ്ലവർ റെസ്റ്റോറന്റ് നടത്തുന്ന സ്ത്രീയുടെ വീട്ടിലാണ് എന്നും എല്ലാം ചാങ് മു അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തെയ്സിക്കിന് ഇപ്പോൾ വീൽ ബീങ് എന്ന ഗാരേജിൽ ജോലി കിട്ടിയിട്ടുമുണ്ട്. എന്നാലും അവൻ എന്തിനാണ് ആ സൺഫ്ലവർ സ്ത്രീയെ അമ്മയായി കാണുന്നത്? എന്താണ് അവന്റെ ഉദ്ദേശം എന്നൊക്കെയാണ് ചാങ് മു ഇവിടെ ആലോചിക്കുന്നത്. അന്ന് രാത്രി ടെറസിലിരുന്ന് തെയ്സിക്ക് പുക വലിക്കുമ്പോൾ ഹീജോ തെയ്സിക്കിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് പുക വലിക്കുന്നതും ഇഷ്ടമല്ല, പുക വലിക്കുന്നവരെയും ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഈ ശീലം ഇന്നത്തോടെ നിർത്തണം. ഹീജോന്റെ ചുണ്ടില് ബ്ലഡ് കണ്ടപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് തെയ്സിക്ക് ചോദിച്ചു. അപ്പോൾ ഹീജോ പറയാണ്, എന്ത് ചെയ്യാനാ, സുന്ദരിയായി പോയില്ലേ. ഈ നാട്ടില് സുന്ദരിയായ പെൺകുട്ടികൾക്ക് മനസമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അവളെ ഒരു പയ്യൻ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് തെയ്സിക്ക് മനസ്സിലാക്കി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തെയ്സിക്ക് അവന്റെ ഡയറിയിൽ ഞാൻ ഇനി മുതൽ സ്മോക്ക് ചെയ്യത്തില്ല എന്ന് എഴുതിയിട്ടുമുണ്ട്. ആ ദുശീലവും തെയ്സിക്ക് ഇതോടെ അവസാനിപ്പിച്ചു. ഇവിടെ തെയ്സിക്ക് ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിലേക്ക് തെയ്സിക്ക് അവിടുന്ന് പോയതിനു ശേഷം 2 പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് വർക്ക്ഷോപ്പ് മുതലാളിയോട് തെയ്സിക്കിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ മുതലാളി പറയാണ്, തെയ്സിക്ക് ഇവിടെ ജോലി അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് അവന് ജോലി കൊടുക്കാൻ ആദ്യം പേടിയായിരുന്നു. എന്നാൽ അവന് ജോലി കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ. ഒന്നില്ലെങ്കിലും അവൻ ഒരു കൊലയാളിയല്ലേ. അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ അവന് ജോലി കൊടുത്തത്. ജോലി കൊടുത്ത് പിന്നീട് അവനെ പിരിച്ചുവിടാം എന്നായിരുന്നു എന്റെ ഉദ്ദേശം. എന്നാൽ അവൻ മറ്റുള്ളവരെ പോലെയല്ല,
ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണ് സർ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അവൻ ഇപ്പോൾ. ഞാൻ അവനൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തപ്പോൾ അവൻ എന്നോട് പുകവലിയും മദ്യപാനവും എല്ലാം നിർത്തിയെന്നാണ് പറഞ്ഞത്. അവൻ ഒരുപാട് മാറി. എനിക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ അവന് കെട്ടിച്ചു കൊടുത്തേനെ എന്ന് വരെ ഗാരേജ് ഓണർ ഈ രണ്ട് ഓഫീസേഴ്സിനോട് തെയ്സിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹീജോ മാത്തമാറ്റിക്സിൽ വളരെ വീക്കാണ്. അപ്പോൾ മാത്സ് ക്ലാസ് കഷ്ടപ്പെട്ട് ഉറക്കം തൂങ്ങി കേൾക്കുന്ന ഹീജോനെ ഇവിടെ കാണാം. ഹീജോന്റെ മാത്സ് ടീച്ചറാണ് ലീ യൂൻ മീ. ടീച്ചറിനോട് ഹീജോ പറയുന്നുണ്ട്, മിസ്സേ ഈ മാത്സ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പഠിക്കാനാവുന്നില്ല. ടീച്ചർ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ. ഇതിന് പ്രത്യേകിച്ച് ട്രിക്സ് ഒന്നുമില്ല, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി എന്നാണ് ടീച്ചർ ഹീജോനോട് പറഞ്ഞത്. ഈ സമയം സ്കൂളിലെ അഡ്മിഷൻ സെക്ഷനിലേക്ക് നമ്മുടെ തെയ്സിക്ക് വന്നതായി ഹീജോ കണ്ടു. തെയ്സിക്ക് അവിടെ വെച്ച് ഇംഗ്ലീഷ് ബുക്സ് ആണ് നോക്കുന്നത്. നീ എന്താ ഇവിടെ എന്ന് ഹീജോ ചോദിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മാത്രം പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തെയ്സിക്ക് പറയുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് മാത്രമായിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്ട്സും പഠിക്കണം. അതിന് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആകെ ഇംഗ്ലീഷ് മാത്രമാണ് എനിക്ക് അറിയാത്തത്. എന്ത്, നിനക്ക് മാത്സ് അറിയുമോ എന്ന് ഹീജോ ചോദിച്ചപ്പോൾ മാത്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് തെയ്സിക്ക് പറഞ്ഞു. എന്നാൽ ഹീജോ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഹീജോന്റെ മാത്സ് ടീച്ചർ തെയ്സിക്കിനെ കണ്ട് അവനെ വിളിക്കുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും തനിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണാം. ലീ യുൻ മീ ആക്ച്വലി തെയ്സിക്കിന്റെ 10 വർഷം മുന്നേ ഉണ്ടായ കാമുകയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ടീച്ചറായി. ലീ യുൻ മീനോട് തെയ്സിക്ക് മാപ്പ് പറയുകയാണ്. പുള്ളിക്കാരി അവനെ കാണാനായി ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ലീ യുൻ മീനെ കാണാൻ തെയ്സിക്ക് തയ്യാറല്ലായിരുന്നു. അവൾ അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തെയ്സിക്ക് പുള്ളിക്കാരിയെ കാണാൻ താല്പര്യം കാണിക്കാത്തത്. എനിവേസ് നടന്ന കാര്യങ്ങൾക്കൊക്കെ തെയ്സിക്ക് ലീ യുൻ മീനോട് മാപ്പ് ചോദിച്ചു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ 85% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഇവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ അകത്ത് വിൽപ്പനക്കായി വെച്ച ഒരു ക്യാമറ ഹീജോ നോക്കി നിൽക്കുന്നത് തെയ്സിക്ക് കണ്ടു. തെയ്സിക്കിന് അപ്പോൾ മനസ്സിലായി ഹീജോക്ക് ആ ക്യാമറ വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന്. അങ്ങനെ തെയ്സിക്കും ഹീജോയും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ രണ്ടുപേരും ഒരുമിച്ച് ജാക്ക് എന്ന ഒരുത്തൻ കണ്ടു. ഹീജോനെ ഉപദ്രവിക്കുന്നത് ജാക്ക് എന്ന ഈ വൃത്തികെട്ടവനാണ്. അവൻക്ക് ഹീജോനെ ഇഷ്ടമാണ്, എന്നാൽ അവൾക്ക് അവനെ ഇഷ്ടമല്ല. ഹീജോ തന്റെ ഇഷ്ടം റിജക്ട് ചെയ്തത് കാരണം ജാക്കും അവന്റെ ഗാങ്ങും തെയ്സിക്കിനെയാണ് ഇവിടെ ക്രൂരമായി തല്ലുന്നത്. തെയ്സിക്ക് അത്രയും തല്ല് കൊള്ളുമ്പോഴും അവൻ തിരിച്ചു തല്ലാനൊന്നും നിൽക്കുന്നില്ല. അവന്റെ ഇടി ബ്ലോക്ക് മാത്രമാണ് ചെയ്യുന്നത്. പ്ലീസ് അവനെ തല്ലരുത് എന്നൊക്കെ ഹീജോ കരഞ്ഞുകൊണ്ട് അവന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ അവര് ഹീജോനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് കണ്ട തെയ്സിക്ക് അവന്മാർക്ക് ഒരു ലാസ്റ്റ് വാർണിംഗ് നൽകുകയാണ്. അവളെ വെറുതെ വിട്ടോ, അല്ലെങ്കിൽ പറടാ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ജാക്ക് ചോദിച്ചു. അവരെല്ലാവരും വീണ്ടും വളരെ ക്രൂരമായി തെയ്സിക്കിനെ മർദ്ദിക്കുകയാണ്. എന്നാൽ ഈ സമയം തെയ്സിക്കിന്റെ ഡ്രസ്സ് കീറിപ്പോയി. അപ്പോൾ അവരെല്ലാവരും തെയ്സിക്കിന്റെ ശരീരത്തിൽ ടാറ്റു കണ്ടു. അപ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും പേടിയായി. അവർക്ക് മനസ്സിലായി തെയ്സിക്ക് മനഃപൂർവ്വം അവരെ തിരിച്ചു തല്ലാത്തതാണ്. ആക്ച്വലി അവൻ ഒരു ഗാങ്സ്റ്റർ ആണ് എന്ന്. അങ്ങനെ അവന്മാരെല്ലാവരും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. ഇവിടെ ചോപ്പാൻസോ തന്റെ റൈറ്റും ലെഫ്റ്റുമായ ചാങ്മൂനെയും യാങ്കിയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് രണ്ടുപേരോടും ആ സൺഫ്ലവർ റെസ്റ്റോറന്റ് നടത്തുന്ന സ്ത്രീയെ കുറിച്ച് പറയുകയാണ്. ചാങ്മൂക്ക് ഓൾറെഡി അറിയാം അവിടെ തെയ്സിക്കുണ്ട് എന്ന്. എന്നാൽ ആ കാര്യം യാങ്കിക്ക് അറിയത്തില്ല. യാങ്കി ബോസിനോട് പറയാണ്, ബോസ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ആ പരട്ട തളയെ ഞാൻ നാളെ തന്നെ സ്ഥലം കാലിയാക്കിച്ചോളാം. ഇത് എന്റെ വാക്കാണ്. ചോപ്പാൻസോനെ ഇംപ്രസ് ചെയ്യാൻ യാങ്കിക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് ഇത്. ഇവിടെ ടോയ്ലറ്റിൽ വെച്ച് ചാങ്മു യാക്കി സംസാരിക്കാനായി വന്നു. എന്നാൽ അവൻ പറയുന്നതൊന്നും കേൾക്കാൻ യാങ്കി തയ്യാറായിട്ടില്ല. സോ അടുത്ത ദിവസം ഗുണ്ടകളെയും കൂട്ടി സൺഫ്ലവർ റെസ്റ്റോറന്റ് തകർക്കാനായി യാങ്കി എത്തിയിട്ടുണ്ട്. ഗുണ്ടകൾ റെസ്റ്റോറന്റ് തകർക്കാനായി പോയ ആ സമയത്താണ് തെയ്സിക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് യാങ്കി കണ്ടത്. ഈ ഗുണ്ടകളെ കൂട്ടി വന്നത് യാങ്കി ആണ് എന്ന് അറിഞ്ഞ തെയ്സിക്ക് അവന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. മേലാൽ നിന്നെയും ഈ കഴുതുകളെയും ഇവിടെ കണ്ടുപോകരുത്. അത് പിന്നെ തെയ്സിക്ക് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, സ്ഥലം മാറിപ്പോയതാണ് എന്നൊക്കെ പാന്റിൽ പേടിച്ച് മുള്ളിക്കൊണ്ട് യാങ്കി പറയുകയാണ്. അമ്മ ഈ കാര്യത്തെ കുറിച്ചൊന്നും
ഇതുവരെ തെയ്സിക്കിനോട് പറഞ്ഞിട്ടില്ല, അവൻ പ്രശ്നമാക്കേണ്ട എന്ന് വെച്ചിട്ട്. എന്നാൽ ഇപ്പോൾ അമ്മക്ക് എല്ലാം തെയ്സിക്കിനോട് തുറന്നു പറയേണ്ടി വന്നു. യാങ്കി ഇവിടെ ചാങ്മൂനെ കണ്ട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. തെയ്സിക്ക് അവിടെയുള്ള കാര്യം നിനക്ക് ആദ്യമേ അറിയാമായിരുന്നു അല്ലെ? എന്നിട്ട് നീ അത് എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല. എന്തോ ഭാഗ്യത്തിനാണ് എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ചാങ് പറയാണ്, എടാ മണ്ട, ആ കാര്യം പറയാനല്ലേ ഞാൻ ടോയ്ലറ്റിൽ നിന്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ നീ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അവൻ എന്തിനാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്, അവൻ എന്തിനാണ് ഇപ്പോ അയ്യോ പാവം കളിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ ചാടിക്കേറി മണ്ടത്തരം കാണിക്കാനല്ല എന്നും യാങ്കിനോട് ചാങ്മു പറയുന്നുണ്ട്. ആ റെസ്റ്റോറന്റ് കാലിയാക്കാത്തത് ചോ പാൻസോ കണ്ടു. അപ്പോൾ ഡ്രൈവർ ബോസിനോട് പറയാണ്, ബോസ്, ചാങ്മുനെ കൊണ്ടും യാങ്കിനെ കൊണ്ടും ആ റെസ്റ്റോറന്റ് കാലിയാക്കാൻ സാധിക്കില്ല. കാരണം തെയ്സിക്ക് 10 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ ആ സ്ത്രീയുടെ കൂടെയാണ് താമസം. തെയ്സിക്കിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ചോ പാൻസോന്റെ മുഖത്തെ ഭയം നമ്മൾക്ക് കാണാം. സോ ഇവിടെ തെയ്സിക്കാണെങ്കിൽ ഹീജോനെ മാത്സ് പഠിപ്പിക്കാനേ ആരംഭിച്ചിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായി തെയ്സിക്ക് മാത്സിൽ വളരെയധികം ബ്രില്യന്റ് ആണ് എന്ന്. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് തെയ്സിക്ക് വീട്ടിലേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു സമ്മാനപ്പെട്ടി കാണാം. എന്താണ് അത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ, എനിക്കിന്ന് എന്റെ ആദ്യത്തെ ശമ്പളം കിട്ടി. ആദ്യത്തെ ശമ്പളം കൊണ്ട് ഞാൻ അമ്മക്ക് സമ്മാനം വാങ്ങിയതാണ്. അമ്മക്ക് വേണ്ടി ചെരുപ്പാണ് സമ്മാനമായി തെയ്സിക്ക് വാങ്ങിയത്. അമ്മക്ക് ഒരുപാട് സന്തോഷമായി. ടെറസിൽ ഹീജോനെ കാണാനായിട്ട് തെയ്സിക്ക് ചെന്നു. എന്നിട്ട് അവൾക്കും തെയ്സിക്ക് ഒരു സമ്മാനം നൽകുകയാണ്. അത് വേറൊന്നുമല്ല, അവൾ അന്ന് നോക്കി നിന്ന ആ ക്യാമറയാണ്. ആ സമ്മാനം കിട്ടിയപ്പോൾ ഹീജോക്കും ഒത്തിരി സന്തോഷമായി. പിന്നീട് അവര് 3 പേരും നല്ല സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. അവര് ഒരുമിച്ച് യാത്രകളൊക്കെ പോകാനായി ആരംഭിച്ചു. അങ്ങനെ അമ്മയോട് തെയ്സിക്ക് അറിയാതെ ഹീജോ പറയുന്നുണ്ട്, തെയ്സിക്കിന് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതെയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ തന്നെ അവനെയും ഞാൻ കോളേജിൽ ചേർക്കും. അവൻ മിടുക്കനാണ്. അവൻ പഠിച്ച് ഒരുപാട് ഉയരത്തിലേക്ക് എത്തേണ്ടവനാണ്. സോ ഇവിടെ ഒരു രാത്രി തെയ്സിക്കിനെ കാണാനായി അവന്റെ പഴയ കൂട്ടുകാരനായ ചോപാൻസോന്റെ ഇപ്പോഴത്തെ ഡ്രൈവറായ ബ്യൂങ് ജിൻ വന്നിട്ടുണ്ട്. അവൻ തെയ്സിക്കിനെ കണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. എടാ, നിന്നെ എനിക്ക് ഒരിക്കലും കൈവിടാനായി പറ്റത്തില്ല. നീ എന്നെ പണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, നീ ഈ നാട് വിട്ടുപോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവന്മാര് നിന്നെയും കുടുംബത്തെയും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല. നിങ്ങളെ ഇല്ലാതെയാക്കാനുള്ള പ്ലാന് അവര് ഓൾറെഡി തയ്യാറാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം രാത്രി ഹീജോ തെയ്സിക്കിനോട്, അമ്മ നിന്നെയും എന്റെ കൂടെ കോളേജിൽ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തെയ്സിക്കിന് ഒരുപാട് സന്തോഷമായി. അവന് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അടുത്ത ദിവസം തെയ്സിക്ക് ഗാരേജിൽ ജോലിക്ക് പോയ തക്കം നോക്കി യാങ്കി റെസ്റ്റോറന്റിലേക്ക് ഗുണ്ടകളെ കൂട്ടി വീണ്ടും വന്നിട്ടുണ്ട്. തെയ്സിക്ക് തിരിച്ച് എത്തുന്നതിന് മുൻപായിട്ട് അവന്മാരെല്ലാവരും കൂടി മാക്സിമം ആ റെസ്റ്റോറന്റ് അടിച്ച് തകർത്ത് സ്ഥലം വിട്ടു. അന്ന് രാത്രി യാങ്കി തന്റെ ഗുണ്ടകളുടെ കൂടെ ഈ വിജയം ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ തെയ്സിക്ക് വന്നു. അവനെ കണ്ടപ്പോൾ തന്നെ യാങ്കിയുടെ പകുതി ജീവൻ പോയി. യാങ്കി തെയ്സിക്ക് പറയാണ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. എനിക്ക് നിന്റെ ബോസിനെ കാണണം. അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹത്തെ കണ്ട് തെയ്സിക്ക് വളരെ മാന്യമായിട്ട് എന്നാൽ ചെറിയ ഭീഷണി സ്വരത്തിൽ പറയാണ്, ആ സ്ഥലം എന്റെ അമ്മയുടേതാണ്. അത് വിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. ഇനിയും താങ്കൾ പ്രശ്നമാക്കിയാൽ ഞാൻ പിന്നെ എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ പറയാനായി പറ്റില്ല. തെയ്സിക്കിനെ പ്രശ്നത്തിൽ കുടുക്കി അവനെ വീണ്ടും ജയിലിലാക്കാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ അവനെ ദേഷ്യം പിടിപ്പിക്കാനായി ചോപാൻസോ അയക്കുകയാണ്. അവരുടെ ജോലി അവനെ ദേഷ്യം പിടിപ്പിച്ച് അവനെ കൊണ്ട് അവരെ തിരിച്ച് തല്ലിക്കുക എന്നതാണ്. അവൻ വയലന്റ് ആവുന്നത് നോക്കി ചോപാൻസോന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി തെയ്സിക്കിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് അവിടെ ദൂരെ കാത്തു നിൽക്കുന്നുമുണ്ട്. സോ ഇവന്മാര് ഒരു കാരണവുമില്ലാതെ വളരെ ക്രൂരമായിട്ടാണ് തെയ്സിക്കിനെ തല്ലുന്നത്. എന്നാൽ എത്ര തല്ലിയിട്ടും അവന്മാരെ തെയ്സിക്ക് തിരിച്ചു തല്ലുന്നില്ല. ഇനിയും തല്ലിയാല് തെയ്സിക്ക് ചത്തുപോകുമെന്ന് മനസ്സിലാക്കിയ ഗുണ്ടകള് അവിടുന്ന് സ്ഥലം കാലിയാക്കി. തെയ്സിക്കിനെ അറസ്റ്റ് ചെയ്യാന് കൈക്കൂലി വാങ്ങിയ പോലീസ് ഓഫീസേഴ്സ് ചമ്മിപ്പോയി. പണ്ടത്തെ തെയ്സിക്കായിരുന്നുവെങ്കിലും അവന്മാരിൽ നിന്ന് ഒരാൾ പോലും ജീവനോടെ ബാക്കിയുണ്ടാവില്ല എന്നും ഈ ഓഫീസർ പറയുന്നുണ്ട്. അന്ന് രാത്രി അവരുടെ വീട്ടിലേക്ക് ജാക്ക് കയറി വരികയാണ്. നീ വലിയ ഗാങ്സ്റ്റർ ആണ് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇന്ന് നിന്നെ കുറച്ചുപേര് ചവിട്ടിക്കൂട്ടി എന്നാണല്ലോ കേട്ടത്. അല്ല തള്ളേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സ്വന്തം മകനെ കൊന്നവനെ എങ്ങനെയാണ് സ്വന്തം മകനായി കാണാൻ സാധിക്കുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കേട്ട ഹീജോ ഞെട്ടിപ്പോയി. അതെ, 10 വർഷങ്ങൾക്ക് മുൻപ് തെയ്സിക്ക് കൊന്ന ദോപ്പിലാണ് ഈ അമ്മയുടെ യഥാർത്ഥ മകൻ. ചേട്ടനെ കൊന്നവനെ എന്തിനാണ് അമ്മ സ്വന്തം മകന്റെ സ്ഥാനം കൊടുത്തതെന്ന് ഹീജോ ഇവിടെ അമ്മയോട് ചോദിക്കും.
ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ദോപ്പിലിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഞാൻ തെയ്സിക്കിനെ ജയിലിൽ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എന്നോട് മാപ്പ് പറഞ്ഞത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്റെ മകനാണ് അവനെ കൊല്ലാനായി ചെന്നത്. എന്നാൽ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് തെയ്സിക്കിന് ദോപ്പിലിനെ കൊല്ലേണ്ടി വന്നു. അതിൽ അവന് നല്ല കുറ്റബോധവുമുണ്ട്. ശേഷം ഞാൻ അവനെ പല തവണയായിട്ട് ജയിലിൽ കാണാനായി ചെന്നു. എനിക്ക് മനസ്സിലായി അവൻ ഒരുപാട് മാറി ഇപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാനാണ് അവനോട് പറഞ്ഞത്, നീ ജയിലിൽ നിന്ന് റിലീസ് ആയാല് നിനക്ക് എന്റെ മകനായിട്ട് ജീവിക്കാമെന്ന്. സോ ഇവിടെ ഹീജോ തെയ്സിക്കിനോട് സംസാരിക്കാനായി വന്നിട്ടുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ തെയ്സിക്ക് ഒരുപാട് സോറി പറയുകയാണ്. അപ്പോൾ ഹീജോ അവളുടെ ചേട്ടനെ കുറിച്ച് പറയുകയാണ്. ചേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാശിന് വേണ്ടി ദിവസവും സ്വന്തം അമ്മയെ തല്ലുന്നതാണ് ഞാൻ ദിവസവും കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം ചേട്ടൻ കൊല്ലപ്പെട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സങ്കടവും തോന്നിയിട്ടില്ല. എന്റെ ചേട്ടൻ കാരണം ഇതുവരെ എന്റെ അമ്മ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ നീ വന്നതിന് ശേഷമാണ് എന്റെ അമ്മ ഇത്രയും അധികം സന്തോഷിക്കുന്നത് ഞാൻ കണ്ടത്. അടുത്ത ദിവസം ഹീജോ സ്കൂള് വിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ബൈക്കിൽ വന്ന ഒരുത്തൻ അവളുടെ തലക്ക് ഇഷ്ടിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയാണ്. അവളെ അറ്റാക്ക് ചെയ്തത് വേറെ ആരുമല്ല, ജാക്കാണ്. ചോപ്പാൻസോ പറഞ്ഞത് കൊണ്ടാണ് അവൻ ഹീജോനെ അറ്റാക്ക് ചെയ്തത്. ഹീജോനെ അവന്മാരെ ആക്രമിച്ചത് കാരണം അമ്മ തെയ്സിക്കിനോട് സങ്കടത്തോടെ പറയാണ്, മോനെ നമുക്ക് എല്ലാം ആ നശിച്ചവന്മാർക്ക് വിൽക്കാം. നമുക്ക് ഈ നാട് വിട്ട് എവിടെങ്കിലും സമാധാനത്തോടെ ജീവിക്കാം. ഇവിടെ അവന്മാര് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി തെയ്സിക്ക് ചോപ്പാൻസോനെ നേരിൽ കാണാനായി വന്നിട്ടുണ്ട്. റെസ്റ്റോറന്റും സ്ഥലവും എല്ലാം നിങ്ങൾക്ക് വിൽക്കാൻ എന്റെ അമ്മ തയ്യാറാണ്. അതും പറഞ്ഞ് തെയ്സിക്ക് പോകുമ്പോൾ ചോപ്പാൻസോ പറയാണ്, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവത്തില്ലല്ലോ. നീ എന്നോട് ഒരു തെറ്റ് ചെയ്തു, വലിയ തെറ്റ്. നീ എന്നെ എന്റെ സ്ഥലത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. അതിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. നിന്റെ ഒരു കൈ നീ എനിക്ക് തരുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ല. അപ്പോൾ സമാധാനത്തിന്റെ പാത സ്വീകരിച്ച തെയ്സിക്ക് സ്വന്തം കൈ അവർക്ക് നൽകാൻ തയ്യാറായി. തെയ്സിക്കിന്റെ കൈ മുറിച്ചു മാറ്റാനായി പോകുന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബ്യൂങ്ജിൻ ആണ്. എന്നാൽ ബ്യൂങ്ജിന് കൈ മുഴുവനായിട്ടും വെട്ടിയിട്ടില്ല. നിനക്കൊരു സ്പൂണ് പിടിക്കാനുള്ള ആരോഗ്യം ഈ കൈക്കുണ്ട് എന്ന് ബ്യൂങ്ജിന് തെയ്സിക്കിനോട് പറയുന്നുണ്ട്. ബ്യൂങ്ജിന് തെയ്സിക്കിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബ്യൂങ്ജിന് തെയ്സിക്കിനോട് പറയാണ്, നിന്റെ കൂട്ടുകാരൻ എന്ന നിലക്ക് നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് ചെയ്തത് ഏറ്റവും വലിയ ഉപകാരമാണ്. നിന്റെ കൈക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ഓക്കെ ആയിക്കോളും. കൈ തന്നാൽ കുടുംബത്തെ വെറുതെ വിടാമെന്ന് ചോപ്പാൻസോ തെയ്സിക്കിന് വാക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പക അടങ്ങിയിട്ടില്ല. ആ സ്ത്രീയെ കൊന്നുകളയാനായി തന്റെ ഗുണ്ടകൾക്ക് ചോപ്പാൻസോ നിർദ്ദേശം നൽകി. തെയ്സിക്ക് വീട്ടിൽ എത്തുന്നതിന് മുൻപായിട്ട് ഗുണ്ടകൾ വീട്ടിലെത്തി തെയ്സിക്കിന്റെ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുകയാണ്. തെയ്സിക്ക് വീട്ടിലെത്തിയപ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന അമ്മയുടെ ശവശരീരമാണ് കാണുന്നത്. അവന് മനസ്സിലായി ഇത് ചെയ്തത് അവന്മാര് തന്നെയാണ് എന്ന്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹീജോക്ക് ബോധം വന്നപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് അവളുടെ അമ്മയാണ്. എന്നാൽ അമ്മ മരണപ്പെട്ട കാര്യം തെയ്സിക്ക് ഹീജോനോട് പറഞ്ഞിട്ടില്ല. അവരുടെ ഫാമിലി ഫോട്ടോ നോക്കി തെയ്സിക്ക് പൊട്ടിക്കരയുകയാണ്. ഇത്രയും നാൾ അവൻ ക്ഷമിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിച്ചു. എന്നാൽ ഇനി അവനെ കൊണ്ട് അതിന് സാധിക്കില്ല. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തെയ്സിക്ക് അമിതമായി മദ്യപിക്കുകയാണ്. മദ്യപിച്ചാൽ തെയ്സിക്ക് വളരെയധികം വയലന്റ് ആവും എന്ന് നമുക്കറിയാം. ശേഷം അവൻ തനിച്ച് ചോപ്പാൻസോന്റെ താവളത്തിൽ ചെല്ലുകയാണ്. അവന്മാരെ എല്ലാവരെയും ഇല്ലാതെയാക്കാൻ വേണ്ടി. ശക്തരായ സകല ഗാങ്സ്റ്റേഴ്സും ഗുണ്ടകളും അവിടെയുണ്ട്. തെയ്സിക്കിന്റെ ഒരു കൈക്ക് ശക്തി ഇല്ലാത്തത് കാരണം അവന്മാരെല്ലാവരും തെയ്സിക്കിനെ വളരെ നിസ്സാരക്കാരനായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ തെയ്സിക്ക് ആദ്യം തന്നെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബ്യൂങ്ജിനോട് പുറത്തേക്ക് പോകാനായി പറഞ്ഞു. എടാ, നീ എന്നെ ജീവനോടെ വിട്ടതിൽ നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും ബ്യൂങ്ജിൻ തെയ്സിക്കിനോട് പറയുകയാണ്. അത് കേട്ട ചോപ്പാൻസോ പുച്ഛത്തോടെ നോക്കുന്നത് കാണാം. ഒറ്റ കൈയുള്ള ഇവന് ഇവിടെ എന്ത് കാണിക്കാനാണ്? ആരാണ് ഹീജോനെ അറ്റാക്ക് ചെയ്തതെന്ന് ദേഷ്യത്തോടെ ഒച്ചത്തിൽ തെയ്സിക്ക് ചോദിക്കുകയാണ്. ഞാനാടാ എന്ന് ജാക്ക് ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. എന്നിട്ട് ജാക്ക് കത്തി പുറത്തെടുത്ത് തെയ്സിക്കിനെ കൊല്ലാനായിട്ട് വരികയാണ്. എന്നാൽ വളരെ നിസ്സാരമായിട്ട് തെയ്സിക്ക് ജാക്കിനെ കൊന്നുകളഞ്ഞു. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും ഷോക്കായി പോയി. മാസായിട്ട് തെയ്സിക്ക് ഒരു സിഗരറ്റ് കത്തിച്ചു. പിന്നീട് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഉഗ്രനായിട്ടുള്ള അഥവാ ഒരു ബ്രൂട്ടൽ ഫൈറ്റ് സീനാണ്. ആരെയും പരിക്കേൽപ്പിക്കാനല്ല തെയ്സിക്കിന്റെ ഉദ്ദേശം.
ശേഷം അവന്റെ നേർക്ക് വരുന്നവരെ എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് കൊന്നു കളയുകയാണ് തേസിക് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ചാങ് മു, യാങ്കി, പിന്നെ ഏറ്റവും ശക്തനായ ചോപ്പാൻസോ ഇവരെ എല്ലാവരെയും തേസിക് കൊന്ന് പ്രതികാരം ചെയ്തിട്ടുണ്ട്. അവരുടെ സാമ്രാജ്യം തന്നെ തേസിക് ഇവിടെ ഇല്ലാതെയാക്കി. എല്ലാം അവസാനിപ്പിച്ചതിനു ശേഷം തേസിക് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നത് കാണാം. അവൻ പ്രതികാരം ചെയ്തെങ്കിലും അവൻ ഒരിക്കലും നഷ്ടപ്പെട്ടത് ഒന്നും തിരിച്ചു കിട്ടാനായി പോകുന്നില്ല. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.